കോഴ്സ് ഡ്രൈവ് കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ ഒരു കോർപ്പറേറ്റ് ലോയർ ആയാലും എങ്ങനെ ഉണ്ടാവും? അങ്ങനത്തെ ഒരു ജേർണി ഞാൻ പറഞ്ഞുതരാം ട്ടോ. വേറെ ആരുടെയും അല്ല എന്റെ തന്നെ. ഇന്നൊരു കുട്ടി എനിക്ക് മെസ്സേജ് അയച്ചു. ചേച്ചീന്റെ കോർപ്പറേറ്റ് ലോയർ ജേർണി പറയാമോന്ന് ചോദിച്ചിട്ട്. അപ്പോഴാണ് ഞാൻ അത് ആലോചിച്ചത്. ഓക്കെ, പറയാം. ഇതാണ് എന്റെ ജേർണി. ഞാൻ കഴിഞ്ഞ നവംബറിൽ അതായത് 3 നവംബർ 2025 എന്റെ ഫൈനൽ കോഴ്സ് വൈവ. കോഴ്സ് വൈവൊക്കെ കഴിഞ്ഞങ്ങനെ സമാധാനം. ഹാവൂ, 5 വർഷത്തെ എല്ലാം കഴിഞ്ഞു. ഞാനൊരു വക്കീലൊക്കെ ആവാൻ പോവാണ് എന്നുള്ളൊരു മൂഡില് വീട്ടുകാരെ കൂടെ അടിച്ചു പൊളിക്കുന്ന ഒരു ഒരു ഡേ ആയിരുന്നു അന്ന് ഈവനിങ്. കോഴ്സ് വൈവ കഴിഞ്ഞ് നേരെ പുറത്തൊക്കെ പോയി. അങ്ങനെ ഞാൻ രാത്രി ഒരു 8 മണി 8:30 അതിന്റെ ഇടയിൽ ഞാൻ ഗോകുലം മാളിലായിരുന്നു ഉണ്ടായിരുന്നത്. ആ സമയത്ത് എനിക്കൊരു കോൾ വരികയാണ്. നാളെ ഇന്റർവ്യൂവിന് വരാൻ പറ്റുമോ ചോദിച്ചിട്ട്. ഞാൻ ആപ്ലിക്കേഷൻ ഓൾറെഡി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ഇടയ്ക്ക് എക്സാംസിന്റെ ഇടയ്ക്ക് എനിക്കൊരു കോൾ വന്നിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് നോർമൽ ഫോൺ കോൾ. എന്നോട് കുറച്ച് നേരം സംസാരിച്ചു. ഇറ്റ് വാസ് ലൈക്ക്, അതും ഞാൻ എക്സാമിന് പഠിച്ചുകൊണ്ടിരിക്കുന്നതിന് ഇടയ്ക്ക് എനിക്ക് ഭയ തോന്നിയിട്ട് ഞാൻ എന്തൊക്കെയോ പറഞ്ഞു. എനിക്കിങ്ങനെ ഇവരെങ്ങനെ വെച്ചാൽ മതി എന്നൊക്കെ ഉള്ള തോന്നലില്ല ഞാൻ വർത്താനം പറഞ്ഞിരുന്നത്. അങ്ങനെ കോൾ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ആണ് ഈ ഇന്റർവ്യൂ വരുന്നത്. ഞാൻ അതിനെ വലിയ സീരിയസ് ആയിട്ടൊന്നും എടുത്തിട്ടില്ല. അപ്പൊ അവര് പറഞ്ഞു ഇന്ന ഫേമാണ്, ഇന്ന സ്ഥലമാണ്, കോഴിക്കോട് തന്നെയായിരുന്നു, വരണം എന്ന് പറഞ്ഞു. അപ്പം അതും നെക്സ്റ്റ് ഡേ മോർണിംഗ് 9:30 ആണ് പറഞ്ഞ ടൈം. എനിക്ക് മര്യാദയ്ക്ക് ഒരു ഇന്റർവ്യൂവിന് ഇട്ട് പോകാനുള്ള ഡ്രസ്സൊന്നുമില്ല. ഞാൻ അപ്പൊ പോയി ഡ്രസ്സ് വാങ്ങി രാവിലെ 9:30 ഞാൻ അവിടെ പോയി ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ഇറ്റ് വാസ് എ ലോങ് ഇന്റർവ്യൂ. ഒരു ഞാനൊരു എനിക്കൊന്നൊരു 10 മണിക്കായിട്ട് കയറിയിട്ട് ഒരു 12, 12:45 ആയിട്ട് ഇറങ്ങിയിട്ടുണ്ടാവും. ഒരു ലോങ് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് എന്നോട് അവസാനം പറയുന്നത് യു ആർ അപ്പോയിന്റഡ്, ഗോ ഹാവ് യുവർ ലഞ്ച്, കം ആൻഡ് ജോയിൻ, സ്റ്റാർട്ട് യുവർ വർക്ക് ടുഡേ. ഇതാണ് എന്നോട് പറഞ്ഞത്. ഞാൻ എന്താ പറയാ 12 മണിയായപ്പോഴേക്കും എന്റെ ഐഡി കാർഡ് ആയി, എന്താ പറയാ പഞ്ചിങ് ഒക്കെ റെഡിയായി. ഇത് ഐ വാസ് ആൻ എംപ്ലോയി ഒഫീഷ്യലി. അതൊരു ഭയങ്കര ജേർണി ആയിരുന്നു ട്ടോ. ഞാൻ സ്റ്റാർട്ട് ചെയ്തത് ഒരു ഹെൽത്ത് സെക്ടറിലാണ്. അവിടെ ഞാനൊരു 6 മന്ത്സ് നിന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ കരിയറിൽ നിന്ന് സ്വിച്ച് ചെയ്തു ഒരു ലീഗൽ അഡ്വൈസറി ഫേം. ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്നത് ഒരു UAE ബേസ്ഡ് ലീഗൽ അഡ്വൈസറി ഫേം ആണ്. ഐ വർക്ക് അണ്ടർ UAE. ഞാൻ UAE ലോസ് ആണ് കുറച്ച് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് എന്റെ ഒരു ജേർണി. എനിക്കറിയില്ല, ചിലപ്പോ നിങ്ങക്ക് പറയുമ്പം ഇത് എത്രത്തോളം ഉൾക്കൊള്ളാൻ പറ്റുമെന്ന് അറിയില്ല. പക്ഷെ ഇതൊരു റിയൽ ആയിട്ട് ഞാൻ എന്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്ത, ഇനി എത്ര കാലം ജീവിച്ചാലും മറക്കാത്ത ഒരു ജേർണിയാണിത്. ഇറ്റ് വാസ് സച്ച് എ വണ്ടർഫുൾ ജേർണി ഐ വുഡ് സേ.